ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജാതിയില്ലാത്ത മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. ഗുരു ലോകത്തിന് നൽകിയ ഏറ്റവും മാനവികവും സനാതനവുമായ സന്ദേശമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത്. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന സന്ദേശവും അദ്ദേഹത്തിന്റേതു തന്നെ. ശ്രീനാരായണ ഗുരുവിന്റെ 162ാമത് തിരുജയന്തി ദിനാഘോഷങ്ങൾ കാണൂ പ്രധാന വാർത്തകൾക്കു ശേഷം. ശ്രീനാരായണ ഗുരുദേവന്റെ 162ാം ജന്മദിനം ആഘോഷമാക്കി കോഴിക്കോട് നഗരം. ശ്രീനാരായണ ഗുരുവിനെ ബൂർഷ എന്ന് പറഞ്ഞവർക്ക് അത് തിരുത്തേണ്ടി വരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഗുരു ഹൈന്ദവ സന്യാസിയാണെന്ന് പറയുമ്പോൾ ഹൈന്ദവം എന്നത് മതങ്ങൾക്ക് മുമ്പുണ്ടായതാണെന്നും കുമ്മനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ സമിതികൾ. വാർത്തകൾ വിശദമായി. ജീവിതത്തിലുടനീളം നമ്മെ നയിക്കുന്നത് ഗുരു പരമ്പരകളാണ്. അതുകൊണ്ടാണ് ഗുരുവല്ലോ പരദൈവമെന്ന് പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ചതയ ദിനത്തിലെ കുമ്മനത്തിന്റെ സന്ദേശമാണിത്. കോഴിക്കോട് നടന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 162ാമത് ജന്മദിനാഘോഷത്തിലാണ് അദ്ദേഹം സന്ദേശം പകർന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ 162ാം ജന്മദിനാഘോഷം കോഴിക്കോട്ട് നടന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ചതയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തിയത്. ജീവിതത്തിലുടനീളം നമ്മെ നയിക്കുന്നത് ഗുരു പരമ്പരകളാണ്. അതുകൊണ്ടാണ് ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്നത്. ഈ സന്ദേശമാണ് ചതയ ദിനത്തിൽ കുമ്മനം കേരളത്തോട് പറഞ്ഞത്. കൂടാതെ ഗുരു തത്വചിന്തകനല്ല, തത്വദർശകനായിരുന്നുവെന്നും ഭാരതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഗുരുദേവന്റെ വചനങ്ങളിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് ഈ ഭാരതത്തിന്റെ വലിയൊരു ദാർശനിക പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ തത്വചിന്തകരെ കാണാൻ കഴിയും, ദർശകരെ കാണാൻ കഴിയില്ല. സോക്രട്ടീസ്, പ്ലേറ്റോ, വോൾട്ടയർ അവരൊക്കെ ചിന്തകന്മാരാണ്. അവർ ചിന്തിക്കുകയാണ്. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ദർശിക്കുക. ചിന്തകരും ദർശകരും രണ്ടാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു യാദൃച്ഛികമായിട്ട് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിലുള്ളതിലും നമ്മെ നയിക്കുന്നത് ഈ ഗുരു പരമ്പരയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞത്. തന്റെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും പാതയിലുണ്ട്. ഈ ഭാരതത്തിന് ഒരു നേരാ വഴി കാട്ടാൻ പോകുന്നത് ഈ ഗുരുവല്ലോ പരദൈവം, ആ പരദൈവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുന്ദർദാസ് പരോളി, ജനറൽ സെക്രട്ടറി അനിരുദ്ധൻ എഴുത്തുപള്ളി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, KV അനേക് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് ഗുരുഭക്ത കുടുംബത്തിന്റെ വക 162 വിദ്യാർത്ഥികൾക്കുള്ള വസ്ത്രദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ആർസു ഓസോൺ ദിന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചു. ശിക്ഷക സദനിൽ നടന്ന ഓസോൺ ദിന സെമിനാർ ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് ഓഫീസർ P. പ്രഭാകരൻ ഓസോൺ ദിനാവതരണം നടത്തി. തുടർന്ന് NAPM സംസ്ഥാന കൺവീനർ പ്രൊഫസർ കുസുമം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതുവരെ അവർക്ക് ജീവിക്കാനുള്ള വീടുകൾ നമ്മുടെ ഭരണകൂടം നിർമ്മിച്ചു നൽകിയിട്ടില്ല. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല.
ഒരേ ഒരു സംഗതി മാത്രമാണുള്ളത്, വലിയ വലിയ അണക്കെട്ടുകൾ. നമ്മൾ അണക്കെട്ടുകളെ ആദ്യകാലത്ത് എതിർത്തിരുന്നില്ല. നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ് പറഞ്ഞത്, ഡാമുകൾ എന്താണ്? അണക്കെട്ടുകൾ ആധുനിക ലോകത്തിന്റെ ക്ഷേത്രങ്ങളാണ്. വനം, വന്യജീവി വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ വിഭാഗം തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള നദീ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ടി വി രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ, സ്വാതന്ത്ര്യസമര സേനാനി പി വാസു, പി രമേശ് ബാബു, കെ പി സഹദേവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീനാരായണ ഗുരുവിനെ ബൂർഷ എന്ന് പറഞ്ഞവർക്ക് അത് തിരുത്തേണ്ടി വരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഗുരു ഹൈന്ദവ സന്യാസി ആണെന്ന് പറയുമ്പോൾ ഹൈന്ദവം എന്നത് മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിവേകാനന്ദൻ ഹിന്ദു സന്യാസിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹൈന്ദവ എന്നുള്ള ആ വാക്ക് എന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ? മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്. മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്. അത് മനുഷ്യത്വത്തിൻ്റെതാണ്, മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങളാണ്, അത് ദർശനമാണ്. ഒരിക്കൽ ഭൂഷ ഗുരു എന്ന് EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ളവർ പറഞ്ഞിരുന്ന കാലം, ആ കാലം പോറിയില്ലേ? ശ്രീനാരായണ ഗുരുദേവനെ വരിഞ്ഞു കെട്ടി കൈക്കും കാലിനൊക്കെ ആണി നിറച്ച് ഒക്കെ വികലമായി ചിത്രീകരിച്ചവർക്ക് തിരുത്തേണ്ടി വരുന്നു. അവരാണ് തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്, വരട്ടെ. കാരണം മാർക്സിൽ നിന്നും അവർ മഹർഷിയിലേക്ക് വരികയാണ്. മതത്തിൻ്റെ ഒക്കെ, ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും വേഷത്തിനും ഒക്കെ അതീതമാണ് മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് ഒരു ദർശകനെ കഴിയും, രാഷ്ട്രീയ പണ്ഡിതർക്ക് കഴിയില്ല, ദർശകർക്കേ കഴിയും. അവർ സത്യം സാക്ഷാത്കരിച്ചവരാണ്. ശ്രീനാരായണ ഗുരുദേവൻ സത്യം സാക്ഷാത്കരിച്ചതാണ്. കാറൽ മാർക്സ് സത്യം സാക്ഷാത്കരിച്ചിട്ടില്ല. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദു ചെയ്ത നടപടിക്കെതിരെ ABVP ശ്രീയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. കിഡ്സൺ കോർണറിൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി ഗോവിന്ദച്ചാമിയുടെ കോലം കത്തിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഗേൾസ് വിംഗ് ആയ ശ്രീയുടെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾ സംഘടിച്ച് സൗമ്യയോടുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തിയത്. കല്ലായിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ സമാപിച്ചു. പ്രതിഷേധം വിഭാഗ് പ്രമുഖ് ഭവ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടം ഇനിയും സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന മിഥ്യാധാരണ ഉണ്ടാവരുതെന്നും സ്ത്രീകളെ സ്ത്രീകൾ തന്നെ സംരക്ഷിക്കണമെന്നും അവർ പറഞ്ഞു. വിദ്യാർത്ഥികളോടാവട്ടെ, യുവത്വത്തിനോടാവട്ടെ, യുവതികളോടാവട്ടെ പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടം തയ്യാറാണ്. നിങ്ങളെ രക്ഷിക്കാൻ എത്ര കാത്തിരുന്നാലും ഭരണകൂടം നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും നീചവും ക്രൂരവുമായ പ്രവൃത്തി ചെയ്ത ഗോവിന്ദച്ചാമിയെ വെറുതെ വിട്ടതോടെ ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടമായെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഗോവിന്ദച്ചാമിയെ രക്ഷിച്ച പിണറായി സർക്കാർ രാജിവെക്കുക, സ്ത്രീ പീഡനക്കാരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെ തിരിച്ചറിയുക, സൗമ്യ വധക്കേസ് അട്ടിമറിച്ച LDF സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക, സൗമ്യയ്ക്ക് നീതി ലഭ്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത്. കോടതിയും സർക്കാരും കൈവിട്ടാലും സൗമ്യയ്ക്കും ജിഷയ്ക്കും നീതി കിട്ടാൻ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മൃദുല, അപർണ, ജിസ്ന, ആര്യ, അനഘ, ഐശ്വര്യ, മേഘ, അശ്വിനി, ജില്ലാ കൺവീനർ അമൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സെൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. CPMന്റെ നേതൃത്വത്തിലുള്ള അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലോക ജനശക്തി പാർട്ടി. കേരളത്തിലെ ക്രമസമാധാന നില സംരക്ഷിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ നടന്ന അക്രമ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPIM ആണെന്നും
കൊലപാതകത്തിന് നേതൃത്വം നൽകുന്നത് CPM പ്രാദേശിക ജില്ലാ കമ്മിറ്റികളുടെ അറിവോടെയാണെന്നും തെളിഞ്ഞിരിക്കുകയാണെന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഈ വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ക്രമസമാധാന നില സംരക്ഷിക്കുവാൻ ഇടപെടണമെന്നും LGP സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ 162ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. ബാബുട്ടി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ 162ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. പ്രാദേശിക കമ്മിറ്റികളുടെയും പ്രവർത്തക സമിതി മെമ്പർമാരുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്ര ബാപ്പൂട്ടി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു. പ്രസിഡന്റ് PV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദരദാസ്, സെക്രട്ടറി E അനിരുദ്ധൻ, സുരേഷ് ബാബു, PV അരുൺ, കിഷോർ കുമാർ, പ്രസന്നകുമാർ, അനോക് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സുവർണ ജൂബിലി സമ്മേളനം സെപ്റ്റംബർ 18 മുതൽ 25 വരെ കോഴിക്കോട്ട് നടക്കും. ക്ഷേത്ര ജ്യോതി പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. മതസാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സുവർണ ജൂബിലി സമ്മേളനം സെപ്റ്റംബർ 18 തുടങ്ങി 25 തീയതി വരെ കോഴിക്കോട്ട് നടക്കും. ശ്രീനാരായണ സെന്റിനറി ഹാൾ, KP കേശവമേനോൻ ഹാൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, വിചാരസന്ധ്യ, സംഘടനാ സമ്മേളനം എന്നിവയുണ്ടാകും. സമ്മേളനത്തിന്റെ ഭാഗമായി 18 തീയതി രാവിലെ KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ റിച്ചാർഡ് ഹേ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ R ഹരി, KV വാമനൻ, ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി, സ്വാമി ചിദാനന്ദപുരി തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 1000-ൽ പരം ശാഖാ സമിതികളിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ സംബന്ധിക്കും. പ്രതിനിധി സമ്മേളനം 24 രാവിലെ കൃഷ്ണഗോപാൽജി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര ജ്യോതി പുരസ്കാരം കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഭാഗവതാചാര്യൻ പാലാഞ്ചേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വാദ്യകലാകാരൻ ഉള്ളേരി ശങ്കരമാരാർ, തിരക്കഥാകൃത്ത് PR നാഥൻ എന്നിവർക്ക് നൽകി ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ മിഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 162ാം ജന്മദിനാഘോഷങ്ങൾ നടന്നു. ശ്രീനാരായണ മിഷൻ ട്രഷറർ പൊറ്റങ്ങാടി കിഷൻ ചന്ദ് ചതയ ജ്യോതി തെളിയിച്ചു. ശ്രീനാരായണ മിഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 162ാം ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു. ശ്രീനാരായണ മിഷൻ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ മിഷൻ ട്രഷറർ പൊറ്റങ്ങാടി കിഷൻ ചന്ദ് ചതയജ്യോതി തെളിയിച്ചു. ചതയദിന സമ്മേളനം PP വിജയരാഘവന്റെ അധ്യക്ഷതയിൽ കാരശ്ശേരി ബാങ്ക് ചെയർമാൻ MK അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ ഗുരുദേവന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 80 വർഷമായി ഈ മിഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിന് രാധാകൃഷ്ണൻ, ഡോക്ടർ KS ചന്ദ്രകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ +2 ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി.
അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. വന്ധ്യതയ്ക്ക് ശാശ്വത പരിഹാരമായി ബി കെയർ ആധുനിക വന്ധ്യതാ ചികിത്സാ കേന്ദ്രം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ സജ്ജമാകുന്നു. ബി കെയറിന്റെ ലോഗോ പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന ബി കെയർ ബീച്ച് സെന്റർ ഫോർ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന ആധുനിക വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിന്റെ ലോഗോ പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. MLA A. പ്രദീപ്കുമാറിന്റെ മനസ്സിൽ രൂപം കൊണ്ട ആശയത്തിന് JCI എന്ന സംഘടനയുടെ കാലിക്കറ്റ് ചാപ്റ്റർ ആത്മാവിഷ്കാരം നൽകിയ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന ആധുനിക വന്ധ്യതാ ചികിത്സാ കേന്ദ്രമാണ് ബി കെയർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രസവ വിഭാഗം, ഗൈനക്കോളജി, സിസേറിയൻ, പ്രസവാനന്തര കുടുംബാസൂത്രണ മാർഗങ്ങൾ, ഗർഭാശയ ക്യാൻസറിനെ തടയാനുള്ള പാംസ്മിയർ, ക്രയോകോട്ടറി മുതലായ ചികിത്സകൾ ലഭ്യമാകുന്ന സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസ കേന്ദ്രമായിരിക്കും ഈ ആധുനിക വന്ധ്യതാ ചികിത്സാ കേന്ദ്രമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17-18 തീയതികളിൽ അന്താരാഷ്ട്ര ലീഡർഷിപ്പ് സമ്മിറ്റ് സാമുറായി 2016 കോഴിക്കോട് റാവീസ് കടവിൽ വെച്ച് സംഘടിപ്പിക്കുമെന്നും JCI ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നത് നിർത്തിവെച്ചതിനെതിരെ കരിദിനം ആചരിച്ചു. മലബാർ ഡെവലപ്മെന്റ് ഫോറം കോഴിക്കോട് നടത്തിയ പ്രതിഷേധ ധർണ ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് സർവീസ് കരിപ്പൂരിൽ നിന്ന് പുനരാരംഭിക്കുക. ഓണം, പെരുന്നാൾ, ബക്രീദ്, വിഷു, ക്രിസ്മസ് തുടങ്ങിയ സീസണുകളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. സേവ് കരിപ്പൂർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള കരിദിനാചരണത്തോടനുബന്ധിച്ചാണ് ധർണ നടത്തിയത്. മലബാർ ഡെവലപ്മെന്റ് ഫോറം ചെയർമാൻ MK മുനീർ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൗകര്യമില്ലാത്തപ്പോൾ സൗകര്യമുണ്ടാക്കി, ആ സൗകര്യം വന്നപ്പോൾ സൗകര്യമില്ലാത്ത സമയത്തുണ്ടായിരുന്ന വിമാനങ്ങൾ തിരിച്ചു വരില്ല, ഹജ്ജ് എംബാർക്കേഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്ന് പറയുന്ന ഈ ധാർഷ്ട്യത്തിന് നിങ്ങളുടെ മൂക്കിനെ കൊണ്ട് ക്ഷ എന്ന് വരപ്പിച്ച ശേഷം മാത്രമേ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷം വഹിച്ചു. മലബാർ ഡെവലപ്മെന്റ് ഫോറം ജനറൽ സെക്രട്ടറി ഉസ്മാൻ ചാത്തഞ്ചിറ, ആറ്റുകോയ പള്ളിക്കണ്ടി, ഡോക്ടർ K മൊയ്തു, നുസ്രത് ജഹാൻ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഗരത്തിൽ ഓണാഘോഷങ്ങൾ ശ്രദ്ധേയമാക്കി നാടൻ കലാരൂപങ്ങൾ അരങ്ങേറി. DTPC ഒരുക്കിയ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിലാണ് കലാരൂപങ്ങൾ അരങ്ങേറിയത്. ഐശ്വര്യപൂർണമായ മാവേലി നാടിനെ അനുസ്മരിച്ച് നാടെങ്ങും ആഹ്ലാദത്തോടെ ഓണം ആഘോഷിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിവിധ വേദികളിലായി ആഘോഷ പരിപാടികൾ നടന്നു. മാനാഞ്ചിറ സ്ക്വയറിലെ വേദിയിൽ നാടൻ കലാമേള അരങ്ങേറി. കലാകേരളത്തിന്റെ തനിമ തൊട്ടുണർത്തുന്നതായിരുന്നു നാടൻ കലാമേള. മേളയിൽ അവതരിപ്പിച്ച തനത് കലാരൂപങ്ങൾ ആസ്വാദകർക്ക് ഒരേ സമയം കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പമേകുന്നതായിരുന്നു. വേദിയിൽ കരകയാട്ടം, കാവടിയാട്ടം, മാർഗംകളി, സോപാന സംഗീതം എന്നിവ അരങ്ങേറി. വായ്പാട്ട് പ്രീതി മഹേഷ്, നട്ടുവങ്കം ജയശ്രീ രാമനാഥൻ, മൃദംഗം ശിവപ്രസാദ് എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനഹൃദയങ്ങളിൽ മഴവില്ല് പൊഴിച്ച സ്വരമാധുരിയുമായി ഭാവഗായകൻ കോഴിക്കോട് കടപ്പുറത്തെ സംഗീത സാന്ദ്രമാക്കി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകേന്ദ്രവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ഓൾഡ് ഈസ് ഗോൾഡ് സംഗീത സായാഹ്നത്തിൽ ഗായകൻ P. ജയചന്ദ്രനെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. DT
TPCയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓൾഡ് ഈസ് ഗോൾഡ് സംഗീത സായാഹ്നം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങളുമായി ബീച്ചിനെ സംഗീത സാന്ദ്രമാക്കി. പാട്ടുകളിൽ നിത്യയൗവനം തുളുമ്പുന്ന P. ജയചന്ദ്രന്റെയും സംഘത്തിന്റെയും സംഗീതം നിറഞ്ഞു പരന്നപ്പോൾ കോഴിക്കോട്ടെ സംഗീത പ്രേമികളുടെ ഓണാഘോഷം അവിസ്മരണീയമായി. P. ജയചന്ദ്രനും രഞ്ജിനി ജോസും സുനിൽകുമാറും ചേർന്ന് ആലപിച്ച മതസൌഹാർദ്ദ ഗാനത്തോടെയായിരുന്നു സംഗീത സന്ധ്യ തുടങ്ങിയത്. ഗാനങ്ങൾ ഇടർച്ചയില്ലാതെ അതേ സ്വരമാധുരിയോടെ പാടിയപ്പോൾ സദസ്സ് മുഴുവൻ ആരവം തീർത്തു. കല്ലായിക്കടവത്ത് ഒന്നിനി ശ്രുതി താഴ്ത്തി, അനുരാഗ ഗാനം പോലെ തുടങ്ങി ഒട്ടേറെ പാട്ടുകൾ ജയചന്ദ്രൻ പാടി. ചെട്ടികുളങ്ങര ഭരണിനാളിൽ എന്നു തുടങ്ങുന്ന ഗാനവുമായി എത്തിയ കോഴിക്കോടിന്റെ സ്വന്തം ഗായകൻ സുനിൽകുമാറിനെയും സദസ്സ് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. തുടർന്ന് വിനീത് കൃഷ്ണ, ഉണ്ണിമായ, കീർത്തന എന്നിവരും വേദിയിലെത്തി. തുടർന്ന് നടന്ന ആദരിക്കൽ ചടങ്ങിൽ പഴയ ഗാനങ്ങളെപ്പോലെ തന്നെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന ഗാനങ്ങളും അതേ സാന്ദ്രതയോടെ തന്നെ ഇപ്പോഴും അദ്ദേഹം ആലപിച്ചുകൊണ്ടിരിക്കുന്നു എന്നും, അതായത് പ്രേം നസീറിനു വേണ്ടിയും മധുവിനു വേണ്ടിയും അദ്ദേഹം പാടി. ഇപ്പോൾ നിവിൻ പോളിക്ക് വേണ്ടിയും അദ്ദേഹം തന്നെയാണ് പാടുന്നതെന്നും പ്രദീപ് കുമാർ MLA പറഞ്ഞു. പഴയകാലത്തെ മലയാള സിനിമയിലെ നായക സങ്കല്പം, അന്നത്തെ കാമുകന്മാരുടെ ഗാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്നതാണ്. അതായത് പ്രേം നസീറിന് വേണ്ടി അദ്ദേഹം പാടുന്നു, മധുവിന് വേണ്ടി പാടുന്നു, ഇപ്പോൾ നിവിൻ പോളിക്ക് വേണ്ടിയും അദ്ദേഹം തന്നെയാണ് പാടുന്നത്. അദ്ദേഹത്തിന്റെ ഗാനം തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ P. ജയചന്ദ്രനെ പൊന്നാട അണിയിച്ചു. MLA-മാരായ A. പ്രദീപ് കുമാർ, Dr. MK മുനീർ എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു ആദരം കോഴിക്കോട് വെച്ച് ലഭിച്ചതിൽ താൻ ഏറെ സന്തോഷവാനാണെന്നും കേരളത്തിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉറവിടമാണ് കോഴിക്കോടെന്നും P. ജയചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് വെച്ച് വളരെ സംഗീതത്തിന്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉറവിടം എന്ന് പറയാം കോഴിക്കോട്, കേരളത്തിൽ കോഴിക്കോടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. P. ജയചന്ദ്രന്റെയും സംഘത്തിന്റെയും ഗാനമേള ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ബീച്ചിലേക്ക് എത്തിയത്. ഗാനങ്ങൾക്കൊപ്പം താളം പിടിച്ച് ആസ്വാദകരും സംഗീത സന്ധ്യയിൽ ലയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, കൌൺസിലർ അഡ്വക്കേറ്റ് തോമസ് മാത്യു, പൊറ്റങ്ങാടി കിഷൻ ചന്ദ്, TV ബാലൻ, അഡ്വക്കേറ്റ് സത്യനാരായണൻ, P. മോഹനൻ, KC അബു, CP ഹമീദ്, അഡ്വക്കേറ്റ് M. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്സിലെ ആദ്യ ബാച്ചിലെ കുട്ടികളുടെ ചിത്ര പ്രദർശനം റെയിൻ ഡ്രോപ്സ് സെപ്റ്റംബർ 17 മുതൽ 21 വരെ ആർട്ട് ഗാലറിയിൽ നടക്കും. സിനിമാ സംവിധായകൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. 2015 നവംബറിലാണ് ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. സ്വദേശത്തും വിദേശത്തും നിരവധി സ്ഥാപനങ്ങളിൽ ചിത്രകല അഭ്യസിപ്പിച്ച് പരിചയസമ്പന്നനായ മാധവ് ശങ്കറാണ് സ്ഥാപനത്തിന്റെ സാരഥി. ഈ സ്ഥാപനത്തിലെ ആദ്യ ബാച്ചിലെ 13 കുട്ടികളുടെ ആദ്യ പ്രദർശനമാണ് സെപ്റ്റംബർ 17 മുതൽ 21 വരെ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. പ്രദർശനം ചലച്ചിത്ര സംവിധായകൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. ജലച്ചായത്തിന്റെ തനത് ശൈലിയായ സുതാര്യത നിലനിർത്തിക്കൊണ്ടുള്ള 37 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടാവുകയെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കളരിപ്പയറ്റും നാടൻ അമ്പെയ്ത്തും കാണികൾക്ക് കൗതുകമായി. ജനകീയ കൂട്ടായ്മ പേരാമ്പ്രയും അമ്പെയ്ത്ത് കളം ചെറുവണ്ണൂരുമാണ് അമ്പെയ്ത്ത് പ്രദർശന മത്സരത്തിൽ പങ്കെടുത്തത്. 4ാം ക്ലാസ്സുകാരൻ അഭിരാജ് മുതൽ 60കാരൻ വരെ അമ്പുകൾ തൊടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കളരിപ്പയറ്റ് പ്രദർശനം കാണാനും നിരവധി പേരാണ് എത്തിയത്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഉറുമിപ്പയറ്റ്, വാൾപ്പയറ്റ്, ഒറ്റക്കത്തി, കടാരപ്പയറ്റ് തുടങ്ങി വിവിധ മുറകൾ കാണികൾക്കായി അവതരിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 162ാം ജന്മദിനം ആഘോഷമാക്കി കോഴിക്കോട് നഗരം. ശ്രീനാരായണ ഗുരുവിനെ ബൂർഷ എന്ന് പറഞ്ഞവർക്കത് തിരുത്തേണ്ടി വരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഗുരു ഹൈന്ദവ സന്യാസിയാണെന്ന് പറയുമ്പോൾ ഹൈന്ദവം എന്നത് മതങ്ങൾക്ക് മുമ്പുണ്ടായതാണെന്നും കുമ്മനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ സമിതികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.